ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് മാത്രമല്ല, നമുക്കൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഇപ്പോൾ നമ്മൾ ലിപ് ബാമോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ ഒക്കെ യൂസ് ചെയ്യാത്തവരായിട്ട് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ മിക്ക ആൾക്കാരും നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിഗ്മെൻറ്റേഷൻ പോലെ ലിപ്സിൽ വരാറുണ്ട്. അത് ഒരുപാട് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അത് അറിയാനായിട്ട് പറ്റും. നല്ലതുപോലെ നമ്മൾ ലിപ്സ് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ഒരു ബ്ലാക്കിഷ് ഒരു കളറിലേക്ക് നമ്മുടെ ലിപ്സ് മാറും. അപ്പോൾ ഞാനൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഒക്കെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് നാളൊക്കെ എനിക്കൊരു 1 month ഒക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ലിപ്സിന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഈവൻ ഡ്രൈ ആയി, പിന്നെ ഒരു ബ്ലാക്കിഷ് കളറാണ്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാതിരിക്കുന്ന ഒരു സമയത്ത് ശരിക്കും ലിപ്സിൻ്റെ കളർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഇത് തോന്നും. അപ്പോൾ ഇത് ശരിക്കും നമ്മളൊന്ന് പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ടുണ്ടെങ്കിലേ എളുപ്പം മാറ്റാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ ഡ്രൈനെസ് ആണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോപ്പർ കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ ചുണ്ട് പൊട്ടും. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴും ഒക്കെ ഒരു വല്ലാത്ത ഒരു ഇറിറ്റേഷനാണ്. സോ ഇപ്പോൾ 2 ചെറിയ സ്റ്റെപ്സിൽ നമ്മളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡ്രൈനെസ് വരുമ്പോൾ ആ ഒരു തിക്നെസ് കൂടും. സ്കിന്നിൻ്റെ ലിപ്സിൻ്റെ ആ ഒരു തിക്നെസ് കൂടുകയും ഡെഡ് സെൽസ് ഒരുപാട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ ഉറപ്പായിട്ടും സ്ക്രബ് ചെയ്യാന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രബും പിന്നെ ആ ഒരു കളറ് നമുക്ക് ആ ഒരു പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഒരു പ്രോപ്പർ ഒരു കെയർ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സിറവുമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 week അങ്ങനെ ബാച്ച് വൈസായിട്ട് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ 2 സ്റ്റെപ്പ് മാത്രം ഡെയിലി ചെയ്താൽ മതി. പിന്നെ സ്ക്രബ് ചെയ്യുന്നത് എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതും കുറച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ലിപ് സ്ക്രബ് ഉണ്ടാക്കി കാണിച്ചു തരാം, അതിനുശേഷം ലിപ് സീറവും. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് വളരെ ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. അപ്പോൾ 1/2 സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 സ്പൂൺ പഞ്ചസാര എടുക്കുക. തരിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ട് പൗഡറാണ്. അപ്പോൾ ഈ 1/2 സ്പൂൺ തന്നെയാണ് കേട്ടോ നമ്മൾ ബീട്രൂട്ട് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പഞ്ചസാരയും നമ്മൾ 1/2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പം 1/2 സ്പൂൺ തന്നെ ബീട്രൂട്ട് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബീട്രൂട്ട് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ ബീട്രൂട്ട് ഒന്ന് മിക്സിയിൽ ചെറിയ മിക്സിയുടെ ജാറില്ലേ അതിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വെള്ളമൊന്നും ചേർക്കാണ്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടും. അപ്പോൾ അത് പഞ്ചസാരയിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ജ്യൂസ് ആഡ് ചെയ്യരുത്, ഒരു 5 to 6 ഡ്രോപ്സ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹണി ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു 7 ദിവസത്തേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് പുറത്ത് വെച്ചിരുന്നാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കണം എന്നില്ല. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം പോലെയൊന്നും ആവണ്ട, നല്ല കട്ടിയിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ ജാറിൽ ആക്കിയിട്ട് നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യാനായിട്ട് അന്നേരം എടുത്ത് സ്ക്രബ് ചെയ്താൽ മതി. ലിപ് സ്ക്രബ് ഉണ്ടാക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറില്ലേ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വലിയ തരികളുള്ള പഞ്ചസാര ഇടരുത്. വലിയ ക്രിസ്റ്റൽസ് ഉള്ളത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മൾ എന്തിനാണോ ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചെറിയ തരിയുള്ള പഞ്ചസാര യൂസ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കുക. വലിയ തരിയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ഇത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തരി ചെറുതായിട്ട് കിട്ടും. എന്നിട്ട് വേണം ബാക്കിയുള്ളതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് 1-2 ദിവസങ്ങളിലാണ്. ഒരുപാട് ഡ്രൈനെസ് ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഡെഡ് സെൽസ് ഉണ്ട്, പൊട്ടണുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 1-2 ചെയ്യുക. അല്ലെങ്കിൽ twice in a week ചെയ്താൽ മതി. അപ്പോൾ അറിയാമല്ലോ ആൾക്കാർക്ക് നിങ്ങളുടെ ആ ഒരു ലിപ്സിൻ്റെ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഒരുപാട് നേരം സ്ക്രബ് ചെയ്യരുത്. ഞാൻ മിക്ക ഇതിലും ഇങ്ങനെ ചെയ്യേണ്ട സമയം ആ ഒരു ഇത് പറയാറില്ല, ഞാൻ വിട്ടുപോകാറാണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ അധിക സമയമൊന്നും ചെയ്യേണ്ട, ഒരു 1/2 minute ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് ചെയ്യുന്നതും നല്ലതല്ല. 1/2 minute ചെയ്തതിന് ശേഷം നമുക്ക് വൈപ്പ് ചെയ്ത് കളയാം. ദോഷമായിട്ടുള്ള ഒരു കാര്യവും അല്ല, അതുകൊണ്ട് കഴുകാനോ അങ്ങനെ ഒന്നും നിൽക്കേണ്ട. ഇനി അടുത്തത് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ലിപ് സീറം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ദിവസത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾട്ടർനേറ്റ് ഡേയ്സ് സ്ക്രബ് ചെയ്യാനുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് തുടച്ചതിന് ഉടനെ സീറം അപ്ലൈ ചെയ്യാം. സ്ക്രബ് ചെയ്യാത്ത ദിവസങ്ങളിൽ ഡയറക്റ്റ് സീറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിനി സിറം ഉണ്ടാക്കി കാണിച്ചു തരാം. സിറം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 1/4 സ്പൂൺ റോസ് പെറ്റൽ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റോസ് പെറ്റൽ പൗഡറാണ്. നിങ്ങളുടെ കയ്യിലിപ്പോൾ റോസ് പെറ്റൽ പൗഡർ ഇല്ലെങ്കിൽ പനിനീർ റോസ ഉണ്ടെങ്കിൽ അതൊന്ന് ഒരു ഫുൾ പനിനീർ റോസ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്താലും മതി. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കണം.
നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തില്ലേ ആ സ്പൂണിന് തന്നെ ഒരു സ്പൂൺ ഫുള്ളായിട്ട് നമുക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾഡ് പ്രസ്ഡ് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഒരു സ്പൂൺ ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 4 ഡ്രോപ്സ് വൈറ്റമിൻ ഇ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ചെറിയ ബോട്ടിലിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ബോട്ടിലിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 ദിവസം വരെയൊക്കെ ഇതിങ്ങനെ കേടാവാണ്ടിരിക്കും. റൂം ടെമ്പറേച്ചറിൽ വെക്കരുത്. പിന്നെ ഇത് എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും മിക്സ് ചെയ്തിട്ട് എടുക്കണം. കണ്ടോ അതിൻ്റെ കളർ കണ്ടോ, ഈ ഒരു കളറിലാണ് ഇത് വരുന്നത്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം, കാരണം ഹണി ഉണ്ടായതുകൊണ്ടേ ഇത് ഹണി ഏറ്റവും ഇങ്ങനെ അടിയിൽ വന്നിങ്ങനെ കിടക്കും. പക്ഷേ അതും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, പുറത്ത് വെക്കരുത്. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവും. അപ്പോൾ 7 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. ദിവസം 2 പ്രാവശ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീറം ലിപ് സ്ക്രബ് ചെയ്യുന്ന ദിവസങ്ങളിൽ സ്ക്രബ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്യാത്ത ദിവസങ്ങളിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. പിന്നെ പകൽ ഒരു പ്രാവശ്യം ചെയ്യുന്നതും അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിനൊക്കെ മുമ്പ് ചെയ്യുന്നതും ഈ ഒരു 2 ടൈമിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കുറേ കൂടെ നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ റെഗുലാരിറ്റി കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ഒരു 7 ദിവസത്തേക്ക് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇതുപോലെ തന്നെ ഒരു കാര്യം, ഒരു ഇൻഗ്രീഡിയൻസും മിസ്സാക്കരുത്. കാരണം ഇതെല്ലാം കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അതുപോലെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുത്തുമ്പോൾ ആ രീതിയിലായിരിക്കും അതിൻ്റെ റിസൾട്ടും കിട്ടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രബ് യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ സ്ക്രബ് യൂസ് ചെയ്തിട്ട് സിറം അപ്ലൈ ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളിൽ സിറം ഡയറക്റ്റ് നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരുപാട് പേര് എനിക്ക് പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഇത്, ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം. ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ കമൻസിൽ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.